നിറഞ്ഞ ശക്തിയെയാണ്, ആ സർവശക്തനെയാണ്. ആ സർവശക്തങ്ങൾ സർവേശ്വരൻ എന്ത് പറഞ്ഞാലും ആ തമ്പുരാനെയാണ് നമ്മൾ പേടിക്കുന്നത്. അല്ലാഹു എന്ന് നമ്മൾ പറയുന്നു, റഹ്മാൻ റഹീം തുടങ്ങിയ പല നാമങ്ങളും അവനുണ്ട്. ആ സർവശക്തനെയാണ് നമ്മൾ പേടിക്കുന്നത്. ആ ഇലാഹിനെ മനസ്സിലാക്കുമ്പോഴാണ് അവനുള്ള പേടി നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോഴാണ് ആ പേടി നമ്മുടെ മനസ്സിൽ വരുന്നത്. അതിന് നമ്മൾ ഇലാഹിനെ മനസ്സിലാക്കലല്ലാതെ വേറെ മാർഗമില്ല. അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും കാണാത്ത റബ്ബിനെ വിശ്വസിക്കാവുന്ന ദൃഷ്ടാന്തങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് മുഴുവൻ. ഈ ഭൂമി അതിന് സൃഷ്ടിച്ചതാ, ആകാശങ്ങൾ അതിന് സൃഷ്ടിച്ചതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖ സബഅ സമാവാതി വ മിനൽ അർദി മിസ്ലഹുന്ന യതനസ്സലുൽ അംറു ബൈനഹും. ഈ ആകാശങ്ങളും ഭൂമികളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. ഇതിൽ ഈ വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത്, പലതും ഇവിടെ സംവിധാനിച്ചത് ഇതെല്ലാം തന്നെ ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനും കഴിവുള്ളവനാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാ. വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ശൈഇൻ ഇൽമാ. അല്ലാഹു എന്തും അറിയുന്നവനാണ് എന്ന അവനെ കുറിച്ച്, അവന്റെ സിഫാത്തുകളെ കുറിച്ച്, അവന്റെ സർവശക്തിയാകാന്റെ ശക്തിയെ കുറിച്ച്, അവന്റെ അറിവിനെ കുറിച്ച്, അവന്റെ വിശേഷണങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി അവന് വണങ്ങാൻ, അവന് വഴങ്ങാൻ, അവനാരാധിക്കാൻ, അവന് കീഴ്പ്പെടാൻ, അതനുസരിച്ചുകൊണ്ട് ഉള്ളും പുറവും ശുദ്ധമായ ഒരു ജീവിതം വരാൻ, അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മനസ്സിലാക്കി തരാനാണ് ഇത് മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതെല്ലാം വെറുതെ ഉണ്ടായതാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇവിടെയുള്ള ഓരോ വസ്തുവും അത് ഉണ്ടാകാൻ ഒരു കാരണം ഒരു പക്ഷേ നമുക്ക് പറയാനുണ്ടാകും. എങ്കിൽ ഈ ഭൂമി ഇവിടെ ഇല്ലാത്ത ഒരു അവസ്ഥ കഴിഞ്ഞു പോയില്ലേ? ആകാശങ്ങൾ ഇല്ലാത്തൊരു അവസ്ഥ കഴിഞ്ഞു പോയില്ലേ? ഇവിടെ വെള്ളമില്ല, ജലമില്ല, വായുവില്ല, ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ, ആ അവസ്ഥ കഴിഞ്ഞു പോയില്ലേ? ഇതെല്ലാം ആദ്യകാലങ്ങളിലെ ഉണ്ടായതാണ് എന്ന്, ഉള്ളതാണ് എന്ന് ആരും പറയുന്നില്ലല്ലോ. ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ട്. ഇവിടെ ഈ ഒരു തെങ്ങ് എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചല്ല ഇവിടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ തെങ്ങ് എങ്ങനെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് മുളയ്ക്കാൻ ആവശ്യമായ ഒരു തേങ്ങ അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാകും. എങ്കിൽ ആ തേങ്ങ എവിടെ നിന്നാ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോ ആ തേങ്ങ വേറെ തെങ്ങിൽ നിന്ന് കായ്ച്ചിട്ടുണ്ടാകും. പക്ഷേ ഈ തെങ്ങായാലും തേങ്ങയായാലും അതിന്റെ തുടക്കം എങ്ങനെയാണ്? ഇതിനൊരു തുടക്കമുണ്ടല്ലോ. അത് തെങ്ങിൽ നിന്നാ തുടങ്ങിയത്, അല്ല തേങ്ങയിൽ നിന്നാ തുടങ്ങിയത്. തെങ്ങുണ്ടാവാൻ തേങ്ങ വേണമെങ്കിൽ തേങ്ങ ഉണ്ടാവാൻ അതിനു മുമ്പ് ഒരു തെങ്ങ് വേറെ വേണം. ഏറ്റവും ആദ്യം ഉണ്ടായത് ഏതായിരുന്നു? ഇതിനൊക്കെ ശാസ്ത്രീയമായ ഒരുപക്ഷെ കാരണങ്ങളും അതിന്റെയൊക്കെ തുടക്കങ്ങളും നമുക്ക് പലതും പറയാനുണ്ടാകുമെങ്കിൽ ഇതിന്റെയൊക്കെ പരമമായ തുടക്കം, ഇതിന്റെ ആദ്യത്തെ തുടക്കം, ഇതിന്റെ വളരെ ആദ്യത്തെ തുടക്കം, ആ തുടക്കത്തിന്റെ മുമ്പുള്ള അവസ്ഥയിൽ ഇവിടെ വായുണ്ടായിരുന്നില്ല, ഇവിടെ ജലമുണ്ടായിരുന്നില്ല, ഇവിടെ മണ്ണുണ്ടായിരുന്നില്ല, മനുഷ്യ ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്നുമുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തിയാണ് അല്ലാഹു. എന്ത് പേര് പറഞ്ഞാലും ആ അല്ലാഹു എന്ന് പറയുന്ന സൃഷ്ടാവ്, നാടൻ ഭാഷയിൽ നമ്മൾ പടച്ചവൻ എന്ന് പറയും, കാരുണ്യവാനെന്ന് പറയും, സർവശക്തൻ എന്ന് പറയും. ആ ഖാദിറായ, മുഖ്തദിറായ, ജബ്ബാറായ, ഖഹാറായ, സർവാധിപതിയായ, ഏകാധിപതിയായ തമ്പുരാൻ അവൻ പറയാ, കുന്തു കൻസം മഖ്ഫിയ, ഞാൻ മറഞ്ഞു കിടക്കുന്ന ഒരു നിധിയായിരുന്നു എന്ന്, ഞാൻ മറഞ്ഞു കിടക്കുന്ന ഒരു നിധിയായിരുന്നു എന്ന്. അന്ന് ഭൂമി ഉണ്ടായിരുന്നില്ല, ആകാശങ്ങൾ ഉണ്ടായിരുന്നില്ല, മനുഷ്യവർഗമോ ഭൂതവർഗമോ മലക്കുകളോ ആരും ഒന്നും ഉണ്ടായിരുന്നില്ല, നിർജീവ വസ്തുക്കളും ഉണ്ടായിരുന്നില്ല. ഇതിന്റെയൊക്കെ മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന ആ ശക്തി ഉണ്ടായിരുന്നു. അന്ന് ആരും എന്നെ മനസ്സിലാക്കാൻ ആളുണ്ടായിരുന്നില്ല. മറഞ്ഞു കിടക്കുന്ന സർവശക്തനാകുന്ന ഞാൻ മറഞ്ഞു കിടക്കുന്ന ഒരു നിധിയായിരുന്നു. കുന്തു കൻസം മഖ്ഫിയ, ഞാൻ മറഞ്ഞു കിടക്കുന്ന ഒരു നിധിയായിരുന്നു. പക്ഷെ ഇങ്ങനെ സർവശക്തനായ ഒരു തമ്പുരാൻ ഇങ്ങനെ മറഞ്ഞു കിടന്നിട്ട് എന്താ കാര്യം? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകവും ആ ലോകത്തിന്റെ പിന്നാലെ വേറെ ഒരു ലോകവും ഒക്കെ സൃഷ്ടിക്കുക.
സൃഷ്ടിപ്പിന്റെ തുടക്കം എന്തായിരുന്നു എന്ന ആ ഭാഗത്തേക്ക് ഞാനിപ്പോ കിടക്കുന്നില്ല. ഇതൊന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല, പിന്നീട് ഉണ്ടായതാണ് എന്ന ഒരു യാഥാർത്ഥ്യം എല്ലാവരും അംഗീകരിക്കുന്ന. എങ്കിൽ ഇല്ലാത്തൊരു വസ്തുവിന്റെ തുടക്കം എങ്ങനെയാണ്? അതിനൊരു നിമിത്തം വേണല്ലോ, അതിനൊരു കാരണം വേണല്ലോ. അവിടെ എന്തെങ്കിലും വല്ല നെബുലകൾ ഉണ്ടായോ? അവിടെ വല്ല സ്ഫോടനങ്ങൾ ഉണ്ടായോ? ആ സ്ഫോടനങ്ങളിൽ നിന്ന് വേറെ പലതും ഉണ്ടായോ എന്നൊക്കെ നാം പറയുന്നതിന്റെയും വളരെ മുമ്പ്, വളരെ മുമ്പ് ഇതിന്റെ തുടക്കത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഒന്നുമില്ലാതെ വെറുതെ അങ്ങ് തുടങ്ങൽ എങ്ങനെ? അതൊന്നും ഉണ്ടാവില്ല. ഒന്നുമില്ലാതെ വെറുതെ ഒരു കാര്യം തുടങ്ങൽ ഉണ്ടാവാൻ ഒരു കാരണം വേണം. ഇല്ലാത്തൊരു വസ്തു പിന്നീട് ഉണ്ടാവണമെങ്കിൽ അതിനൊരു നിമിത്തം വേണം, ഒരു കാരണം വേണം. അത് ഏത്? ആ ഒരു കാരണത്തിനാണ് നാം അല്ലാഹു എന്ന് പറയുന്നത്. അവനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചവൻ എന്ന് പറയുന്നത്. അവനെ കുറിച്ചാണ് നമ്മൾ ഈ സർവശക്തൻ എന്ന് പറയുന്നത്. അവനെ കുറിച്ചാണ് നമ്മൾ ഖഹാറു ജബ്ബാറി എന്നൊക്കെ പറയുന്നത്. അവനെ കുറിച്ചാണ് നമ്മൾ റഹ്മാൻ റഹീം എന്നൊക്കെ പറയുന്നത്. ആ സർവശക്തനാകുന്ന തമ്പുരാൻ പിന്നെ ഇതെല്ലാം സൃഷ്ടിച്ചപ്പോൾ അത്ഭുതകരമായ രീതിയിലാണ് ഇതൊക്കെ അല്ലാഹു സംവിധാനിച്ചത്. ആകാശങ്ങളിൽ നാം കാണുന്നതും കാണാത്തതും, സൂക്ഷ്മഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയതും കണ്ടെത്താത്തതും, നിഗമനങ്ങളിൽ എത്തിച്ചേർന്നതും അല്ലാത്തതുമായി എന്തെല്ലാം ഈ ലോകത്തുണ്ട്. ഗോളശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവര് ക്ഷീരപഥങ്ങളെന്നോ ഗാലക്സികളെന്നൊക്കെ പറയുന്ന ഈ കോടാനക്കോടി നക്ഷത്രക്കൂട്ടങ്ങളുണ്ടല്ലോ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇത് മുഴുവനും സൃഷ്ടിക്കുന്നത്. അവനാ ഇതെല്ലാം നിലനിർത്തുന്നത്. അതിന്റെ ഇടയിൽ പിന്നാലെ വന്ന ഒരാൾക്ക് അതിന്റെ മുമ്പേ ഉള്ള ഒന്നിനെ സൃഷ്ടിക്കാൻ കഴിയില്ല. ഇവിടെ പിന്നാലെ വന്ന് ജീവിച്ച് അതിന്റെ ഇടയിൽ മരണപ്പെട്ടു പോകുന്ന ഒരാൾക്ക് ഈ ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. അതേ സമയത്ത് ഈ ലോകത്തിലേക്ക് ഒന്നിലേക്കും ആശ്രയിക്കാത്ത ഒരു സർവശക്തൻ, പൂർണ്ണമായും നിരാശ്രയനായ ഒരു ശക്തി ഇതിന്റെ പിന്നിൽ ഉണ്ടാവേ പറ്റുവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിലുള്ള വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ നിഷേധികൾ പലരും അതിനെ കുറിച്ച് ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന അല്ലാഹു ഏതാണ് എന്ന് വിവരിച്ചു തരൂ. അതിനെ കുറിച്ച് പറയുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് അവതരിക്കുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. മക്കയിലുണ്ടായിരുന്ന, അറേബ്യയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ, ആ ബഹുദൈവ വിശ്വാസികൾ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, സഹാബത്തിനോട് ചോദിച്ചതാ, നിങ്ങൾ ഈ പറയുന്ന ഏകദൈവം ഏതാണ്? ആ ഏകദൈവത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തരൂ, ഒന്ന് വിവരിച്ചു തരൂ. ഇത് പറയുമ്പോൾ അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാവുന്ന അതിന്റെ മർമ്മപ്രധാനമായ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ സൂറത്ത്, ഒരു ചെറിയ അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ നബിയെ തങ്ങൾ പറയൂ, ഹുവ കാര്യം, അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്. അല്ലാഹു ഒരുവനാണ്. ഒരുവൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണ് തുടർന്ന് വിശദീകരിക്കുന്നത്. അത് വിശദീകരണം ആവശ്യമുള്ള ഒരു പദപ്രയോഗമാണ്. കാരണം ഒരുവൻ എന്ന് പറയുമ്പോൾ ഞാൻ എത്രയാ? ഞാൻ ഒന്നല്ലേ ഉള്ളൂ, നിങ്ങൾ ഓരോരുത്തരും ഓരോന്നല്ലേ, ആരും രണ്ടാളില്ലല്ലോ. പിന്നെ ഈ ഒരുവൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എല്ലാവരും ഒന്നല്ലേ ഉള്ളൂ. ഈ സദസ്സിലുള്ള ഓരോരുത്തർക്കും ഒരെണ്ണം ഒരു ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ അല്ലാഹു ഒരുവൻ എന്ന് പറയുന്നതും നമ്മളൊക്കെ ഈ ഓരോന്നെ ഉള്ളൂ എന്ന് പറയുന്ന ഇതും തമ്മിലുള്ള വ്യത്യാസം. അല്ലാഹുവിന്റെ അഹദിയത്ത്, അല്ലാഹുവിന്റെ തൗഹീദ്, അല്ലാഹുവിന്റെ വഹദാനിയത്ത്, അല്ലാഹുവിന്റെ മുഴുവൻ സിഫത്തുകൾ വിശേഷണങ്ങളും മനസ്സിലാക്കാവുന്ന അതിന്റെ അടിത്തറയാകുന്ന ഒരൊറ്റ പോയിന്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നു, അല്ലാഹു സ്വമദ്, അവൻ സ്വമദാണ്. സ്വമദ് എന്ന് പറഞ്ഞാൽ ഒന്നിലേക്കും ആശ്രയിക്കാത്തവനും ബാക്കി മുഴുവനും അവനിലേക്ക് തിരിച്ച് ആശ്രയിക്കുന്നവനും എന്നാണ് അർത്ഥം. രണ്ട് ആശയങ്ങളാണ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, എല്ലാം അല്ലാഹുവിലേക്ക് തിരിച്ച് ആശ്രയിക്കുന്നു, അവനാവട്ടെ ഒന്നിലേക്കും ആശ്രയിക്കുന്നുമില്ല. ഈ രണ്ട് കാര്യങ്ങൾ, അവൻ ഒന്നിലേക്കും ആശ്രയിക്കുന്നില്ല, ബാക്കിയുള്ളതെല്ലാം അവനിലേക്ക് തിരിച്ച് ആശ്രയിക്കുന്നു. ഇത് രണ്ടും നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അല്ലാഹുവിനെ മനസ്സിലായി. അതാണ് അല്ലാഹുവിനെ മനസ്സിലാക്കാനുള്ളത്.
ചെറുപ്പത്തിലെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ നമ്മൾ പാടി പറഞ്ഞു പഠിച്ചിരുന്നു മദ്രസയിൽ. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വഖായിമുൻ ഹാനിറൻ വാഹിദുൻ വഹയ് ഖാദിറുൻ മുരീദുൻ അലിമുൻ ബികുല്ലി ശൈ സമീഉൽ ബസീർ വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബാത്തുൻ തൻതളിമു ഫഖുദ്റത്തുൻ ഇറാദത്തുൻ സുന്നും ബസർ കലാമുൽ ഇൽമു ഹയാത്തുൽ ഇസ്തമാർ. ഇങ്ങനെ അള്ളാഹുവിന്റെ 20 വിശേഷണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. അള്ളാഹു ഉള്ളവനാണ്, അവൻ മുമ്പേ ഉള്ളവനാണ്, നാശം വരാത്തവനാണ്, എന്ന് നിലനിൽക്കുന്നവനാണ്, സൃഷ്ടികളോടൊന്നിനോടും സാദൃശ്യമില്ലാത്തവനാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളായി അവന് എന്തിനും കഴിവുള്ളവനാണ്, അവനെല്ലാം അറിയുന്നവനാണ്. ഇങ്ങനെ അവന്റെ വിശേഷണങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു പഠിച്ചിരുന്നുവെങ്കിൽ ആ അള്ളാഹുവിനുണ്ടായ പറ്റൂ അനിവാര്യമാകുന്ന ആ 20 വിശേഷണങ്ങൾ, സിഫത്തുകൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ആശയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞത്. അല്ലാഹു സ്വമദ്, അവൻ ഒന്നിലേക്കും ആശ്രയിക്കാത്തവനും ബാക്കി മുഴുവൻ അവനിലേക്ക് തിരിച്ച് ആശ്രയിക്കുന്നവനുമാണ്. വളരെ ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നിലേക്കും ആശ്രയിക്കാത്തവൻ എന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയുള്ള ഈ വസ്തുക്കളിലേക്കൊന്നും ആശ്രയിക്കുന്നില്ല എന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ. ചിലരൊക്കെ ഒരു സംശയം ചിലപ്പോൾ ചോദിക്കലുണ്ട്, അല്ലെങ്കിൽ ചോദിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ ചിലരൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു പോവലുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ഉണ്ടായത്? അത് കുറെ മുമ്പേ ഉണ്ട്. ഒരു 1 കോടി കൊല്ലം മുമ്പ് സങ്കല്പിക്കാം, അന്നും അള്ളാഹു ഉണ്ട്. ശരി, അപ്പൊ എങ്ങനെയായിരിക്കും ഉണ്ടായത് എന്ന്? ഭൂമി ആകാശങ്ങളൊന്നും ഇല്ലാത്ത അതിന്റെ മുമ്പ് അള്ളാഹു ഉണ്ട്. ശരി, അപ്പൊ അവന്റെ ആ തുടക്കം അപ്പൊ എങ്ങനെ ആയിരിക്കും? എങ്ങനെയാണ് അവൻ ഉണ്ടായത്? എങ്ങനെ? വളരെ മുമ്പേ ഉണ്ടെങ്കിലും ആ ഉണ്ടാവൽ എങ്ങനെ എന്നിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഒരു വസ്വാസും ദസ്വീസും ഒക്കെ പാടെ എങ്ങനെ വരും? എങ്ങനെ ഉണ്ടായത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടായവനല്ല, അവൻ ഉള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടായവനല്ല, അവൻ ഉള്ളവനാണ്. രണ്ടും വ്യത്യാസല്ലേ? ഉണ്ടായവൻ എന്ന് പറയുന്ന ആദ്യം ഇല്ലായിരുന്നു പിന്നെ ഉണ്ടായി എന്ന അങ്ങനെ ഒരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കില്ല. അവൻ ഉള്ളവനാണ്, എപ്പോഴും ഉള്ള ഒരു അവസ്ഥയെ അവനുള്ളൂ. ഇല്ലായ്മ കഴിഞ്ഞു പോയിട്ടില്ല, ഇനിയൊട്ട് വരാനുമില്ല. ഇല്ലാത്ത ഒരു വസ്തു ഉണ്ടാകുമ്പോഴാണ് കാരണം വേണ്ടി വരുന്നത്. എന്തുകൊണ്ടുണ്ടായി? ആദ്യം ഇല്ലാതിരുന്നല്ലോ, പിന്നെ ഉണ്ടാവാൻ കാരണം വേണ്ടി വരും. നാം തന്നെ കാരണം അതിന് കണ്ടെത്തിയത് ഒരു തേങ്ങയിൽ നിന്ന് മുളച്ചുണ്ടായതാണ് എന്ന്. തേങ്ങയോ അത് വേറെ ഒരു തെങ്ങിൽ നിന്നുണ്ടായതാണ് എന്ന്. അപ്പോൾ ആ തെങ്ങോ വേറെ ഒരു തേങ്ങയിൽ നിന്നുണ്ടായതാണ്, ആ തേങ്ങയോ അത് വേറെ ഒരു തെങ്ങിൽ. അപ്പൊ തുടക്കം എങ്ങനെയായിരുന്നു? അപ്പൊ തുടക്കം കാണില്ല. വളരെ ബാക്കിലേക്ക് ചിന്തിച്ച് വളരെ തുടക്കം നമ്മൾ ആ നെബുലകളും വർത്താനൊക്കെ പറയലുണ്ടല്ലോ ശാസ്ത്രം പറയുമ്പോ, അതിന്റെ ഒക്കെ ബാക്കിലേക്ക് ചിന്തിക്കും. ഇതിന്റെ എല്ലാം തുടക്കം എങ്ങനെയാണെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ്. അല്ലാഹുവോ അവനുള്ളവനാണ്, ഇല്ലായ്മക്ക് ശേഷം ഉണ്ടായവനല്ല. ഇല്ലായ്മക്ക് ശേഷം ഉണ്ടായവനാണെങ്കിലാ എന്തുകൊണ്ടുണ്ടായി, ആരാ അവനെ ഉണ്ടാക്കി എന്നൊരു ചോദ്യം അവിടെ വരുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലായ്മക്ക് ശേഷം ഉണ്ടായ ഒരു ശക്തിയല്ല, എന്നും ഒരുപോലെ ഉള്ളവനായി വരുന്ന ഒന്നാണ്. ഒരു മാറ്റം അവന് വരുന്നില്ല. പുറത്തുള്ള ഒന്നും അവനെ സ്വാധീനിക്കുന്നില്ല, പുറത്തുള്ള ഒരു ശക്തിയും അവനെ സ്വാധീനിക്കുന്നില്ല. ഇവിടെ വർഷക്കാലം വരുമ്പോൾ ഈ മണ്ണിന്റെ അവസ്ഥ മാറി. ഇവിടെ പുല്ലുകൾ പച്ച പിടിച്ചു വരുന്നു. വേനൽ വരുമ്പോൾ അവസ്ഥകൾ മാറി, എല്ലാം ഉണങ്ങിച്ചാമ്പലായി ചമ്മലുകളായി മാറുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ പുറമേയുള്ള അന്തരീക്ഷത്തിന്റെയോ മറ്റേതെങ്കിലും വസ്തുക്കളുടെയോ സ്വാധീനത്തിൽപ്പെട്ട് അതിന്റെ അവസ്ഥകളിൽ മാറുകയോ ആ മാറ്റം അവനെല്ലാം സംഭവിക്കുന്നില്ല. അതെപ്പോഴാ സംഭവിക്കുന്നത്? മറ്റൊന്നിലേക്ക് ആശ്രയിക്കുമ്പോഴാ സംഭവിക്കുന്നത്.
അള്ളാഹു ആവട്ടെ ഒന്നിലേക്കും ആശ്രയിക്കുന്നില്ല. നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയാണ് പറയുന്നത്, ശ്രദ്ധിക്കണം. അള്ളാഹു ഒന്നിലേക്കും ആശ്രയിക്കുന്നില്ല. അള്ളാഹു എവിടെയാണുള്ളത്? അള്ളാഹു എവിടെയാണുള്ളത്? ചിലർ പറയും അള്ളാഹു ആകാശത്താണെന്ന്. അള്ളാഹു ആകാശത്താണോ? അള്ളാഹു ആകാശത്തല്ല. അള്ളാഹു അതിന്റെ മീതെ അർശിന്റെ മുകളിൽ ഇരിക്കുകയാണ് എന്ന് ചിലർ പറയും. തെറ്റാണ് ആ പറയുന്നത്. എന്തേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലത്തിലേക്ക് ആശ്രയിക്കുന്നില്ല. ഭംഗിവാക്കായി നമ്മൾ പറയലുണ്ട് അല്ലാഹു മേലെയാണെന്ന് പറയും. അവൻ ഉന്നതനാണ് എന്ന അർത്ഥത്തിലുള്ള ഒരു ഭംഗിവാക്കായ പ്രയോഗം മാത്രമാണത്. അതല്ലാതെ അത് ഒരു യാഥാർത്ഥത്തിൽ അർത്ഥം വെക്കേണ്ട, അർത്ഥം കൊടുക്കേണ്ട ഒരു പദമല്ല. അവൻ മേലെയാണ് എന്ന് പറഞ്ഞാൽ മേലെ അവൻ എവിടെ ഒരു കസേരയിട്ട് ഇരിക്കുകയാണോ അവിടെ പോയി നിൽക്കുകയാണ് എന്നൊന്നും അതിനർത്ഥം പറയരുത്. അവൻ പരമോന്നതനാണ് എന്നതിന്റെ മറ്റൊരു ഭാഷ നമ്മൾ പറയുകയാണ്. അറബിയിൽ അതിന് മജാസി എന്ന് പറയും. ആ ഭംഗിവാക്കായുള്ള ഒരു പ്രയോഗമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തും ഉണ്ട് എന്ന് നമ്മൾ പറയും. എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞാലും ഇതുപോലെ ഒരു പ്രയോഗമാണ്. ഏതുപോലെ? ഒരു ഭംഗിവാക്കായ പ്രയോഗം. എല്ലാം അല്ലാഹു കാണുന്നു, എല്ലാം അല്ലാഹു അറിയുന്നു. ഇതിനു വേണ്ടിയാണ് നമ്മൾ പറയുന്നത് അല്ലാഹു എല്ലായിടത്തും ഉണ്ട് എന്ന്. അവനെ മറഞ്ഞാൽ അവനെ കണ്ണുവെട്ടിക്കാൻ അവന്റെ കാഴ്ചയിൽ നിന്ന് പറയാൻ, അവൻ കേൾക്കാതെ സ്വകാര്യം പറയാൻ കഴിയില്ല എന്ന അർത്ഥത്തിലാണ് അല്ലാഹു എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നത്. എല്ലാം ഒരുപോലെ കാണുകയും അറിയുകയും എല്ലാം ഒരേ സമയം ഒരുപോലെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന സർവശക്തനാണ് എന്ന അർത്ഥത്തിലാണ് അല്ലാഹു എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നത്. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തും ഒന്ന് അവതരിച്ചു നിൽക്കുകയാണ്, ഒരു അവതാരമാണ് എന്ന അർത്ഥത്തിലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയും ആ വിധം അവതരിക്കുന്നില്ല. അല്ലാഹു എവിടെയും അങ്ങനെ ഹുരൂരാകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിലേക്കും ആശ്രയിക്കാൻ നിലകൊള്ളുന്നു എന്ന് പറഞ്ഞല്ലോ. ഒരു ചെറിയ കടുക് മണിയാണെങ്കിൽ ആ കടുക് മണിയാകുന്ന സ്ഥൂല വസ്തു അത് എവിടെയെങ്കിലും നിൽക്കണോ? അതിൻ്റെതായ ഒരു ക്യാപ്പ് വേണം. ചെറിയ കടുക് മണിയാവട്ടെ, അത് നിലകൊള്ളാൻ വേണ്ട ഒരു ക്യാപ്പ് അതിന് വേണം. വായുവിന്റെ ഒരു ചെറിയ അംശമാവട്ടെ, അത് നിലകൊള്ളാൻ അതിന്റെ ഒരു ക്യാപ്പ് വേണം. ഈ അവസ്ഥയാണ് സൃഷ്ടികൾക്കുള്ളത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ചെറുതെങ്കിൽ ആ ചെറിയ ഒരു മക്കാനിലേക്ക്, ഒരു ചെറിയ ഒരു ഹയ്യിസിലേക്ക്, ഒരു ചെറിയ സ്ഥാനത്തിലേക്ക് അല്ലാഹു ആശ്രയിക്കേണ്ട അവസ്ഥ വരുന്നില്ല. അല്ലാഹു ആകാശത്താണെങ്കിൽ ഈ ആകാശങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് കൊണ്ടല്ലേ? ഈ ആകാശങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചതല്ലേ? ഈ ആകാശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കും മുമ്പ് ഭൂമിയില്ല, ആകാശങ്ങളില്ല, ഈ പ്രപഞ്ചം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കും മുമ്പേ അല്ലാഹു ഉള്ളവനായിരുന്നു. അന്നവൻ എവിടെയാ? അന്നിവിടെ വായുവില്ലല്ലോ, ജലമില്ലല്ലോ, ഈ വസ്തുക്കളൊന്നുമില്ലല്ലോ. ആ ഇല്ലായ്മയുടെ ഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളവനായിരുന്നല്ലോ. അന്നവൻ എവിടെയാ? അന്നവന് പ്രത്യേക സ്ഥലമില്ലെങ്കിൽ, സ്ഥലം മുഴുവനും അല്ലാഹു സൃഷ്ടിച്ചതാണെങ്കിൽ ആ സ്ഥലം അല്ലാഹു സൃഷ്ടിക്കും മുമ്പും അന്നും അല്ലാഹു ഉള്ളവനായിരുന്നുവെങ്കിൽ അന്നവൻ എവിടെയാ? സ്ഥലത്തിലേക്കും ആശ്രയിക്കാത്ത അവസ്ഥയിൽ വന്നവൻ നിലകൊണ്ടിരുന്നുവെങ്കിൽ അതേ അവസ്ഥയിൽ നിന്ന് ഇന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല. അത് എന്നൊന്നും അതേ അവസ്ഥ നിലകൊള്ളും. ഒരു സ്ഥലത്തേക്ക് ആശ്രയിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിയുടെ സ്വഭാവമാണ്, അതൊരു പോരായ്മയാണ്. അത് ഒരു ദൈവം എന്ന് പറയുന്ന ഒരു സർവശക്തനാകുന്ന പടച്ചവനെ സംബന്ധിച്ചിടത്തോളം അതൊരു ദൗർബല്യമാണ്, വരാൻ പാടില്ല. അതുകൊണ്ട് ഒന്നിലേക്കും അവൻ ആശ്രയിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രൂപം എങ്ങനെയാണ്? പലരും ചിന്തിക്കും അല്ലാഹുവിന്റെ രൂപം എങ്ങനെയാണ്? നമ്മളൊക്കെ പറയാറുണ്ട് അല്ലാഹു കാണുന്നുണ്ട് പക്ഷെ കണ്ണില്ലാത്തവനാണ് എന്ന്. അല്ലാഹു തലയില്ലാത്തവനാണ്, കൈയില്ലാത്തവനാണ്, കാലില്ലാത്തവനാണ്, വയറും നെഞ്ചുമില്ലാത്തവനാണ്. നമ്മെപ്പോലെ ശരീരങ്ങളുടെ വിവിധങ്ങളായ ഈ അവയവങ്ങൾ ഉണ്ടല്ലോ, ഇതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കില്ല എന്ന് പറയും. പിന്നെ എന്താണുള്ളത്? അല്ലാഹുവിന്റെ ദാത്തിൽ പിന്നെ എന്താണുള്ളത്? ചിലപ്പോൾ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആളുകൾ ചില കുട്ടികളൊക്കെ തെറ്റിദ്ധരിപ്പിക്കലുണ്ട്. ഒരു മനുഷ്യന്റെ ഒരു ചിത്രം വരച്ചിട്ട്, നിങ്ങൾ വിശ്വസിക്കുന്ന ഈ പടച്ചവൻ, ഈ സർവശക്തനായ അല്ലാഹു, ആ അല്ലാഹുവിന് തലയുണ്ടോ? ഇല്ല, അപ്പൊ തല മാച്ചു. കൈയുണ്ടോ? ഇല്ല, കൈ രണ്ടും മാച്ചു. പിന്നെ കാലുണ്ടോ? ഇല്ല.
ഈ വസ്തുക്കൾ ഏതാ ഉള്ളത്? ഒന്നുമില്ല, അതൊക്കെ മറിച്ചു. പിന്നെ ഇനി അള്ളാന്ന് പറഞ്ഞ ഒന്നുണ്ടോ? അപ്പോഴാ ചിന്തിക്കുന്ന ഇല്ല. പിന്നെ അപ്പൊ ഈ വിശ്വസിച്ചതൊക്കെ എങ്കിൽ മനസ്സിലാക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊന്നുമില്ലാതെ അള്ളാഹു നിലകൊള്ളുന്ന ഒരു രൂപം. ഒറ്റ വാക്കിൽ പറയാം, വിഭജിക്കപ്പെടാവുന്ന ഘടകങ്ങൾ അവനില്ല. നേരത്തെ നാം പറഞ്ഞ കടുക് മണിയുണ്ടല്ലോ, അത് ഇനിയും എത്രയോ കഷ്ടങ്ങളായി അതിനെ വിഭജിക്കാൻ പറ്റുമെങ്കിൽ വിഭജിക്കപ്പെടാവുന്ന അജ്സാ അവനില്ല, ഘടകങ്ങൾ അവനില്ല. എന്താ ഘടകണ്ടായ പ്രശ്നം? ഒരു വസ്തു അതിനെ ഇനിയും രണ്ടായി വിഭജിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ ആ രണ്ട് ഘടകങ്ങളിലാണ് ആ വസ്തു നിലകൊള്ളുന്നത്. ആ രണ്ട് ഘടകവും ഇല്ലേ, പിന്നെ ആ വസ്തു ഇല്ലാതെയായി. നമ്മുടെ ഈ ഭൗതിക ജഡം പോലെ, ശരീരം പോലെ ഇതിന് കുറെ ഘടകങ്ങളുണ്ട്. വലത് കാല്, ഇടത് കാല്, വലത് കയ്യ്, ഇടത് കയ്യ്, വയറ്, നെഞ്ച്, കഴുത്ത്, തല, ഈ ഓരോ ഘടകങ്ങളിലേക്ക് ആശ്രയിച്ചിട്ടാണ് ഈ ജഡം നിൽക്കുന്നത്. ഈ ഘടകങ്ങളെല്ലാം ഒഴിവാക്കി ഇതിന്റെ ഭാഗങ്ങളൊക്കെ എല്ലാം മാറ്റിക്കളഞ്ഞാൽ പിന്നെ ഈ വ്യക്തി എന്ന് പറയുന്ന ഒന്ന് പിന്നെ പറയില്ല. ഇതുപോലെ നമ്മൾ നമ്മുടെ ശരീരത്തിലുള്ള വിവിധങ്ങളായ ഘടകങ്ങളിലേക്ക് ആശ്രയിച്ചുകൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിലേക്കും ആശ്രയിക്കുന്നില്ല, ഘടകങ്ങളിലേക്കും അവൻ ആശ്രയിക്കുന്നില്ല. അല്ലാഹു സമദ്, അവൻ ഒന്നിലേക്കും ആശ്രയിക്കാത്തവനാണ്. ഭൂമിയിലേക്ക് ആശ്രയിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആകാശങ്ങളിലേക്ക് ആശ്രയിക്കുന്നില്ല എന്ന് മാത്രമല്ല, അന്നപാനീയങ്ങളിലേക്ക് ആശ്രയിക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്വന്തം തടിയിലുള്ള ഘടകങ്ങളിലേക്ക് പോലും ആശ്രയിക്കേണ്ട ദർഗതി അല്ലാഹുവിനില്ല. അവ വിഭജിക്കപ്പെടാവുന്ന വിധത്തിലുള്ള ഘടകങ്ങൾ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേത്. ഇനി അല്ലാഹുവിന്റെ കാലമോ? നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയതൊക്കെ ഭൂതങ്ങളാണ്, വരാനിരിക്കുന്നതൊക്കെ ഭാവികളാണ്. ഇപ്പോൾ നിലകൊള്ളുന്നത് നമ്മുടെ വർത്തമാനമാണെങ്കിൽ ഈ ഭാവി ഭൂത വർത്തമാന കാലങ്ങളുടെ ഭേദം അവനെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്നില്ല. എല്ലാ കാലവും അവനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. കാലങ്ങളെ അവൻ സൃഷ്ടിച്ചതാ. കാലങ്ങളെ കണക്കാക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചപ്പോൾ ഉണ്ടാകുന്നതാ. ഇതിന്റെയൊക്കെ സർവശക്തനായ സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്നിലേക്കും ആശ്രയിക്കേണ്ടി വരുന്നില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഭാവിഭൂത വ്യത്യാസങ്ങളില്ല, എല്ലാം ഒരുപോലെയാണ്. ആ വിധത്തിലുള്ള ഒരു ശക്തിയാണ് അവനെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഈ ദുർബലമായ സങ്കല്പങ്ങളിൽ നിന്ന് വിട്ടകന്ന വേറെ എന്തോ ഒരു മഹൽ ശക്തിയാണ് എന്ന ഒന്നിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അതാണ് സർവശക്തനായ തമ്പുരാൻ. ഒരു കാലത്തിലേക്ക് ആശ്രയിക്കേണ്ട അവസ്ഥ അവനില്ലെങ്കിൽ, സമയത്തിലേക്ക് ആശ്രയിക്കേണ്ട അവസ്ഥ അവനില്ലെങ്കിൽ, ഒരു സ്ഥലത്തിലേക്ക് ആശ്രയിക്കേണ്ട അവസ്ഥ അവനില്ലെങ്കിൽ, നിലകൊള്ളാൻ വേണ്ട വിഭജിക്കപ്പെടാവുന്ന ഘടകങ്ങളിലേക്ക് ആശ്രയിക്കുന്ന ഒരവസ്ഥയല്ല അവന്റെ ദാത്തിന്, അവന്റെ തടിക്കുള്ളത് എങ്കിൽ, പിന്നെ ആ വിധത്തിലുള്ള ഒരു ശക്തിയാണെങ്കിൽ പിന്നെ ഇതെല്ലാം അവന് തുച്ഛം, ഇതെല്ലാം അവന് നിസ്സാരമാണ്. ഭൂമി സൃഷ്ടിക്കലോ, ആകാശങ്ങൾ സൃഷ്ടിക്കലോ, ഈ കോടാനക്കോടി വരുന്ന നക്ഷത്രങ്ങള് അതിനെ നിയന്ത്രിക്കലോ, ആ സൂര്യനെ നിയന്ത്രിക്കൽ, ചന്ദ്രനെ നിയന്ത്രിക്കൽ, ഇതൊന്നും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല, അതൊരു പ്രശ്നമേ അല്ല. എല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ്. ഇതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ്. നാമൊക്കെ വലുതെന്ന് കരുതുന്നതെല്ലാം അവനെ സംബന്ധിച്ചിടത്തോളം ചെറുതാണ്. നാം എല്ലാം ഗൗരവമെന്ന് കരുതുന്നതെല്ലാം അവനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരങ്ങളാണ്. നാം എന്തെല്ലാം വലിയ പ്രശ്നങ്ങളായി കാണുന്നോ ഇതൊന്നും അവനൊരു വിഷയമേ അല്ല. ആ തമ്പുരാൻ, സർവശക്തനായ തമ്പുരാൻ എന്തിനാ പിന്നെ നമ്മെ സൃഷ്ടിച്ചത്? നമ്മെ അവൻ സൃഷ്ടിച്ചത് മനുഷ്യവർഗമാവട്ടെ ഭൂതവർഗമാവട്ടെ എനിക്ക് ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അവനെ മനസ്സിലാക്കാനും അവന് വണങ്ങുകയും ചെയ്യാൻ. അതേസമയം മനുഷ്യർക്ക് വേണ്ടതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായതെല്ലാം അവർക്ക് അല്ലാഹു നൽകിയല്ലോ. അതുപോലെ ഭൂതവർഗത്തിനും അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ളതൊക്കെ അവർക്കും അല്ലാഹു നൽകുന്നുണ്ട്.
മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറഞ്ഞു ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയാ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ഭൂമിയിലുള്ള ഏത് വസ്തുവിനും ഉപകാരം നമ്മൾ കാണുമ്പോഴും ഉപദ്രവം നമ്മൾ കാണുമ്പോഴും ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ നമുക്കതൊക്കെ വേണ്ട വസ്തുക്കളാണ്. നാം ഉപകാരം എടുക്കുന്ന വസ്തുക്കളാവട്ടെ അല്ല ഉപദ്രവമായി കാണുന്നതാവട്ടെ, അതെല്ലാം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതത്തിന് മനുഷ്യന് ആവശ്യമുള്ള സംഗതികളാണ്. അത്ഭുതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ സൃഷ്ടിപ്പിന്റെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോ പഠിക്കുമ്പോ. അതുകൊണ്ടാണ് കൂടുതൽ പഠനങ്ങൾ നടത്താനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്, അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വസ്സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. ഇതാ നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ? ഖുർആൻ അവതരിക്കുമ്പോൾ അത് അറബികളിലായിരുന്നല്ലോ ആദ്യം വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വളരെ ബന്ധപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം. അതുകൊണ്ട് ഒരു ജീവിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒട്ടകത്തെയാണ് എടുത്തു വെക്കുന്നത്. ഇത് ഒട്ടകത്തിന് മാത്രം ബാധിക്കുന്ന വിഷയമല്ല. നമ്മുടെ നാട്ടിലുള്ള ആടുകളാണെങ്കിലും പശുക്കളാണെങ്കിലും മറ്റേത് ജീവികളാണെങ്കിലും നമുക്ക് ചിന്തിക്കാനുള്ള കാര്യം തന്നെയാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, ഈ ജീവികളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എങ്ങനെയാണ് അതിനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. ഈ ജീവശാസ്ത്രം ബയോളജി പഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആജ്ഞാപിക്കുകയാണ്. നിങ്ങളിത് പഠിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? ജീവികളെ കുറിച്ച് ജീവശാസ്ത്രം നിങ്ങൾ പഠിക്കണം. ആകാശങ്ങൾ എങ്ങനെയാണ് ഉയർത്തപ്പെട്ട് നിൽക്കുന്നത്? ആ ഗോളങ്ങളുടെ അവസ്ഥ എന്താണ്? അവിടെ വല്ല സ്ഥൂല വസ്തുവായി വല്ലതും ഉണ്ടോ? പൂർണ്ണമായ ശൂന്യതയാണോ? അല്ല, 7 ആകാശങ്ങൾ പറയുന്നത് എങ്ങനെയൊക്കെയാണ്? അത് എന്തെല്ലാം വ്യാഖ്യാനങ്ങളും എന്തെല്ലാം കണ്ടെത്തലുകളും ഏതെല്ലാം നിഗമനങ്ങളുണ്ടെങ്കിലും അതിന്റെയൊക്കെ പിന്നെയുള്ള യാഥാർത്ഥ്യങ്ങൾ പഠിച്ചാലും തീരാത്ത വിധത്തിൽ അതങ്ങനെ വിശാലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുകയാണ്. മനുഷ്യൻ ഇതൊക്കെ പഠിച്ചാലും അത് തീരുന്നില്ല. വീണ്ടും വീണ്ടും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പഠിക്കൂ ഈ ആകാശങ്ങളെ കുറിച്ച്. അഫല വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത്, പർവ്വതങ്ങൾ എങ്ങനെയാണ് അവിടെ നിർത്തപ്പെട്ടിരിക്കുന്നത്? പർവ്വതങ്ങൾ ഭൂമിയിലെങ്ങോ ഒന്നും അന്തുകളായി നിൽക്കുന്നതല്ല, അതൊക്കെ ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ കുറിച്ച് പറഞ്ഞു, ഔത്താദ, ഭൂമിക്കുള്ള ആണികളാണ് പർവ്വതങ്ങൾ എന്ന്. ഭൂമിക്കുള്ള ആണികളാണ്. ഒരു മേശക്ക് ആണികൾ ഉണ്ടാകും. എന്തിനായി ആണി? അതിന്റെ പാർട്സുകൾ ഉറച്ചു നിൽക്കാനാണ്. എങ്കിൽ ഭൂമിയും അതിന്റെ സ്ഥാനത്ത് ഉറച്ചു നിൽക്കാൻ അതിന്റെ ആണി എന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചതാണ് ഈ പർവ്വതങ്ങൾ. ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലാഹു പറഞ്ഞതായി തങ്ങൾ വിവരിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഈ ഭൂമിയെ സൃഷ്ടിച്ചു. ആദ്യം എന്നല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ഭൂമി ഇളകാൻ തുടങ്ങിയിരുന്നു, അത് ചലിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പർവ്വതങ്ങളെ സൃഷ്ടിച്ചത്. പർവ്വതങ്ങളെ സൃഷ്ടിക്കുമ്പോൾ ആ ഭൂമി അതിന്റെ സ്ഥാനത്ത് ഉറച്ചു നിന്നപ്പോൾ മലക്കുകൾ ചോദിച്ചു, അത്രേ തമ്പുരാനെ, ഈ പർവ്വതങ്ങൾക്ക് എന്തൊരു ശക്തി! ഈ വലിയ ഭൂമിയെ ഉറപ്പിച്ചു നിർത്താൻ ആ ഭൂമിയിലുള്ള പർവ്വതങ്ങൾക്ക് സാധിക്കുന്നുണ്ടല്ലോ. ഈ പർവ്വതത്തെക്കാൾ വലിയ സൃഷ്ടി, വലിയ ശക്തി നിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ പിന്നെ എന്തിനുണ്ട്, ആർക്കുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞു കൊടുത്തു. പർവ്വതത്തെക്കാൾ ശക്തിയുള്ള ഒന്നുണ്ട്. അതേതാണ്? അത് ഇരുമ്പാണ്. ഇരുമ്പുകളെ കൊണ്ട് പർവ്വതങ്ങളെ പൊടിക്കാൻ കഴിയുന്നുണ്ട്. പർവ്വതങ്ങളെ പൊടികളാക്കാൻ ഇരുമ്പിന്റെ ആയുധങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട്. മനുഷ്യൻ ഉപയോഗിച്ചാലും യന്ത്രങ്ങൾ ഉപയോഗിച്ചാലും ഇരുമ്പിന്റെ ശക്തി അതാണ്. അപ്പോൾ മലക്കുകൾ ചോദിച്ചു, അത്രേ ആ ഇരുമ്പിന് ശേടില്ലെന്ന ഇരുമ്പിനേക്കാൾ ശക്തിയുള്ള വല്ലതും നിന്റെ സൃഷ്ടികളിലുണ്ടോ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോഴും പറഞ്ഞു മറുപടി, ഉണ്ട്. അതേതാണ്? തീയാണ്. എത്ര ശക്തിയുള്ള ഇരുമ്പാണെങ്കിലും, ബലമേറിയ ഉറപ്പുള്ള ഇരുമ്പാണെങ്കിലും തീ
കൈ കൊണ്ട് അതിനൊക്കെ ഒരുക്കി പച്ചവെള്ളം പോലെ ആക്കി മാറ്റാൻ കഴിയുന്നുണ്ടല്ലോ. ആ തീയാണ്. തീയിനേക്കാൾ വലിയ ശക്തി നിന്റെ സൃഷ്ടികളിലുണ്ടോ എന്ന് മലക്കുകളുടെ ചോദ്യത്തിന് അല്ലാഹുവിന്റെ മറുപടി ഉണ്ട്. അതാണ് ആ തീയിനെ കെടുത്തിക്കളയുന്ന വെള്ളമാണ്. തീയിനേക്കാൾ ശക്തമാണ് വെള്ളം. വെള്ളത്തേക്കാൾ ശക്തിയുള്ള വല്ലതും നിന്റെ സൃഷ്ടികളിലുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതികരിച്ചു അത്രേ, ഉണ്ട്. അതാണ് വായു. ഈ ഭൂമിയിൽ നിന്നുയരുന്ന ഈ നീര് ആവിയായി മാറി ആ വായുവിലൂടെയാണല്ലോ നിലകൊള്ളുന്നത്. സമുദ്രത്തിൽ നിന്നുയരുന്ന വെള്ളവും ഇവിടെ കിഴക്കൻ ഭാഗങ്ങളിലേക്ക് വന്ന് പർവ്വതങ്ങളിൽ മഴയായി പെയ്തിറങ്ങുന്നുവെങ്കിൽ കാറ്റ് അതിന്റെ പിന്നിൽ ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു മലക്കുകള്. അതിനേക്കാൾ ശക്തി വല്ലതും നിന്റെ സൃഷ്ടികളിലുണ്ടോ? ഉണ്ട്. അത് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ പറഞ്ഞു അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒന്നുണ്ട്, അതിനേക്കാളൊക്കെ വലിയ ശക്തിയുള്ള ഒന്നുണ്ട്. അത് ഏതാണ്? ഇബ്നു ആദം, ആദമിന്റെ മോനാ, മനുഷ്യപുത്രനാ. ഏതായി മനുഷ്യപുത്രൻ? ഏത് മനുഷ്യപുത്രനാണ് ഇതിനേക്കാളൊക്കെ ശക്തിയുള്ളത്? ഉണ്ട്. ഈ കാണുന്ന പർവ്വതങ്ങളെക്കാൾ ശക്തി മനുഷ്യപുത്രന് വരുന്നുണ്ട്. ഈ കാണുന്ന ഇരുമ്പേക്കാളും തീയിനേക്കാളും വെള്ളത്തെക്കാളും വായുവിനേക്കാളും ഒക്കെ ശക്തി മനുഷ്യപുത്രന് വരും. എപ്പോഴാ വരുന്നത്? യതസദ്ദഖു ബിയമീനിഹി, അവന്റെ വലത് കൈ കൊണ്ട് നൽകുന്ന ദാനം ഇടത് കൈ പോലും അറിയുന്നില്ല. രഹസ്യമായി സേവനം ചെയ്യുന്ന മനുഷ്യൻ, അള്ളാഹുവിന്റെ വജഹ് മാത്രം കരുതി, അള്ളാഹുവിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ച് മനുഷ്യർക്ക് സേവനം ചെയ്യുന്ന മനുഷ്യനുണ്ടല്ലോ, ആത്മാർത്ഥമായി അവൻ മറ്റുള്ളവരെ സേവിക്കുകയാണ്. തിരിച്ചിങ്ങോട്ട് ഒന്നും അവൻ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. യാതൊരു പ്രത്യുപകാരം ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നില്ല. അവിടെ പറയുന്നത് അവന്റെ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാത്ത വിധത്തിൽ രഹസ്യമായി സേവനം ചെയ്യുന്നവർ. എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നാലാൾ അറിയുകയും പറയുകയും ചെയ്യുമ്പോഴാണ് അവന് വൃത്തി വരുന്നത് എങ്കിൽ അതങ്ങ് മാറ്റിവെക്കുക. നാം എല്ലാം അല്ലാഹുവിന് വേണ്ടി